എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഹീറോ അവനാണെങ്കിൽ ഒരുപാട് വിഷമത്തിൽ ഇപ്പൊ ക്ലാസ്സിലേക്ക് വരികയാണ്. കാരണം ഇത്രയും കാലവും അവന്റെ കൂടെ താങ്ങായും നിഴലായും എപ്പോഴും ഉണ്ടായിരുന്ന റുക്കിയ അവളിപ്പോ കൂടെയില്ല. അവളുടെ ബെഞ്ച് അതങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന കണ്ട ഹീറോ ഇപ്പൊ അതിലേക്ക് തന്നെ നോക്കുകയാണ്. പക്ഷെ ബാക്കിയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് അവർക്ക് യാതൊരു കുഴപ്പമില്ല. അവരാണെങ്കിൽ റുക്കിയ ക്ലാസ്സിൽ ഇല്ലാത്തത് നോട്ടീസ് പോലും ചെയ്യുന്നില്ല. അവരാണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് അവരെ നോക്കുകയാണ്. അവള് ആ സോൾ സൊസൈറ്റിയിലേക്ക് പോയതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാം മെമ്മറിയിലുള്ള അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ അത് ഇറേസ് ആയി കഴിഞ്ഞു. സോ ഇവരുടെ ആരുടെയും മനസ്സിൽ ഇപ്പോ അവളില്ല. സ്റ്റുഡൻസ് എല്ലാവരും ഇപ്പൊ സമ്മർ വെക്കേഷന് അവരെവിടേക്കാണെന്ന് പോകുന്നതെന്ന് പരസ്പരം ഡിസ്കസ് ഒക്കെ ചെയ്ത് അങ്ങനെ പുറത്തേക്ക് പോകും. ആ സമയം ഹീറോയുടെ ഒരു ഫ്രണ്ട് ആണെങ്കിൽ അവനെ ബീച്ചിലേക്ക് പോകാനായിട്ട് ക്ഷണിക്കുകയാണ്. പക്ഷെ ഹീറോ ആണെങ്കിൽ അവൻ വരുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കും. ശേഷം അവൻ ഓരോരുത്തരായിട്ട് ബീച്ചിലേക്ക് ഇൻവൈറ്റ് ചെയ്യും. പക്ഷെ അവരാണെങ്കിൽ ഓൾറെഡി വേറെ എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ അവന്റെ കൺട്രോൾ പോവാണ്. അവനാണെങ്കിൽ അവന്റെ ഒരു ഫ്രണ്ടിനെ പിടിച്ചു വലിച്ച് അങ്ങനെ ദേഷ്യപ്പെടും. അതേസമയം ഹീറോ ആണെങ്കിൽ അവളെ ഓർത്ത് അങ്ങനെ നടക്കുകയാണ്. സത്യത്തില് അവൾ ജീവിക്കേണ്ടത് സോൾ സൊസൈറ്റിയിൽ തന്നെയാണ്. അവൾ വന്നത് അവിടെ നിന്നാണ്. അവിടെയാണ് അവളുടെ ബ്രദറും അവൾക്ക് ഇഷ്ടമുള്ള ആളുകളും എല്ലാവരും ഉള്ളത്. ഇവിടെ അവൾ പോയിട്ട് എല്ലാവരും അവളെ മറന്നുപോയി. ആരും അവളെ അന്വേഷിക്കുന്നത് പോലും ഇല്ല. ഞാൻ അവിടേക്ക് എത്തുന്നത് വരെയെങ്കിലും അവൾ അവിടെ ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ നടക്കുമ്പോഴായിരിക്കും സാക്ഷാൽ ഒറഹിബ അവളിപ്പോ അവന്റെ തൊട്ട് മുൻപിലേക്ക് വരിക. ഒറഹിബ ഹീറോയോട് ചോദിക്കും, റുഖിയ അവളെവിടെ? ആരും അവളെ അന്വേഷിക്കുന്നില്ല, അവളെ ഇപ്പോ കാണാനില്ല, അവൾക്ക് എന്താ സംഭവിച്ചേ? അവളുടെ ചോദ്യം കേട്ട് ഹീറോ അവൻ ഒരു സെക്കൻഡ് അങ്ങനെ തരിച്ചു നിൽക്കും. കാരണം ഇവളുടെ മനസ്സിൽ ഇപ്പോഴും റുഖിയ ഉണ്ട്. ഹീറോ ആണെങ്കിൽ പതിയെ തല താഴ്ത്തി നടന്ന കാര്യങ്ങൾ അതൊന്നൊന്നായിട്ട് അവളോട് പറയാനായിട്ട് തുടങ്ങുകയാണ്. സ്റ്റോറി എല്ലാം കേട്ട ഒർഹിബയാണെങ്കിൽ ഹീറോയെ ആശ്വസിപ്പിക്കും. നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവൾ വളർന്ന സ്ഥലം അത് സോൾ സൊസൈറ്റിയാണ്. അവൾക്ക് ഇഷ്ടമുള്ളവരും അവളുടെ ബന്ധുക്കളും അങ്ങനെ എല്ലാവരും അവിടെ ആയിരിക്കും. അവരുടെ ഇടയിൽ അവൾ ഹാപ്പി ആയിരിക്കും. പക്ഷെ ഹീറോയ്ക്കാണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. ഇല്ല, ഒരു കാരണവശാലും അവളവിടെ നിൽക്കാനായിട്ട് പാടില്ല, അത് അപകടമാണ്. ഇത്രയും വേഗം എനിക്ക് ആ സോൾ സൊസൈറ്റിയിലേക്ക് പോയി അവളെ തിരികെ കൊണ്ടുവരണം, എങ്കിൽ മാത്രമേ എനിക്ക് സമാധാനം ഉണ്ടാവൂ. റുക്കിക്ക് അവൾക്ക് ഇവിടെ മാത്രമേ സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയൂ. അതിന് ഒറഹിബ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്തൊക്കെ സംഭവിച്ചാലും എന്ത് വില കൊടുത്താലും അവളെ തിരികെ ഇവിടേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് സപ്പോർട്ട് കൊടുക്കുകയാണ്. അത് കേട്ട് ഹീറോ ഹാപ്പി ആയിട്ട് അവൻ അവിടുന്ന് കടന്നു പോകും. അല്പസമയം കഴിയുമ്പോൾ മുടിയൻ അവിടേക്ക് കടന്നു വരികയാണ്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ആ കറുത്ത പൂച്ച അതാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നോക്കി അങ്ങനെ നിൽക്കുകയാണ്. ഇതാ സോൾ സൊസൈറ്റി കാണിക്കും. രഞ്ജി ആണെങ്കിൽ 6-ാം നമ്പർ സെല്ലിന്റെ കീ അതെടുത്ത് റുക്കിയെ കാണാൻ അകത്തേക്ക് വരും. അപ്പോൾ സെല്ലിൽ ഉണ്ടായിരുന്ന വേറൊരു സോൾ റീപ്പർ ആളാണെങ്കിൽ അകത്ത് സ്റ്റക്കായി പോയ ഒരു ബട്ടർഫ്ലൈയെ പുറത്തേക്ക് പറത്തുവിടാൻ ശ്രമിക്കുകയാണ്. ഉടനെ രഞ്ജി അവൻ അവിടേക്ക് വന്ന് റുക്കിയ അവളെവിടെ, അവൾക്കിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. അതിനവനാണെങ്കിൽ റെഞ്ചിയോട് പറയും അവൾ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഉടനെ റെഞ്ചി അവളുടെ അടുത്തേക്ക് വന്ന് റുക്കിയ നിനക്ക് എന്തു പറ്റി, നീ എന്തുകൊണ്ടാണ് ഫുഡ് കഴിക്കാത്ത? അതിനവൾ അങ്ങനെ ടേൺ ചെയ്ത് എനിക്ക് വിശക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ കഴിക്കാത്തത്. സത്യത്തില് നിങ്ങൾ എന്നെ കൊല്ലാനായിട്ട് പോവാണോ? അതിന് റെഞ്ചി പറയും അതെ, നിന്നെപ്പോലുള്ളവര് ജീവിച്ചിരിക്കാനായിട്ട് പാടില്ല. നീ കാരണം നിന്റെ ബ്രദർ എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന് നിനക്കറിയോ? അത് കേട്ട് റുക്കിയ അവള് പറയും എനിക്കറിയാം അവൻ എന്നെ കുറിച്ച് ഓർത്ത് ഒരു നിമിഷം പോലും വേദനയ്ക്കില്ല എന്ന്. കാരണം അവൻ ഇന്നു വരെ എൻ്റെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. വർഷങ്ങൾക്ക് മുൻപ് കുച്ചിക ക്ലാനിൽ നിന്ന് ഞാൻ ഇവിടേക്ക് വന്നപ്പോൾ മുതൽ അവനെ കാണുന്നതാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ഉറഹറ ഷോപ്പ് കാണിക്കും. അതിൻ്റെ ഉള്ളില് വലിയൊരു കോണി അതങ്ങനെ താഴേക്ക് പോകുന്നത് വലിയൊരു ഗ്രൗണ്ടിലേക്കാണ്. ഉരഹരയും അവന്റെ ആൾക്കാരും എല്ലാവരും ചേർന്ന് ഹീറോയ്ക്ക് ട്രെയിനിങ് കൊടുക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഉരഹര സ്ട്രെയിറ്റ് ആയിട്ട് അവന്റെ അടുത്തേക്ക് വന്ന് അവന്റെ സ്റ്റിക്ക് ഉപയോഗിച്ച് ഹീറോയെ അവന്റെ സോൾ റിപ്പർ ഫോമിലേക്ക് മാറ്റും. ഹീറോയ്ക്കാണെങ്കിൽ ഇപ്പൊ ചെറുതായിട്ട് ശ്വാസം മുട്ടാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് ഉരഹറ പറയും നിന്റെ ബോഡിയിലുള്ള സോൾ ചെയിനും സോൾ സീഡും ഏകദേശം ഇല്ലാതായി കഴിഞ്ഞു. നീ ഇപ്പോ ഒരു നോർമൽ ഹ്യൂമനായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിനക്ക് ഈ ബുദ്ധിമുട്ടുകൾ. നിനക്ക് നഷ്ടപ്പെട്ട സോൾ പവർ അത് നീ തിരികെ എടുത്തേ പറ്റൂ. അതിനാദ്യം ചെയ്യേണ്ടത് ആ കുഞ്ഞിപ്പെണ്ണ് അവളുമായിട്ട് നീ ഫൈറ്റ് ചെയ്യണം. അവളെ കണ്ട് ഷോക്കായ ഹീറോ ആണെങ്കിൽ അയ്യോ ഇല്ല എന്നെ കൊണ്ട് ഈ കൊച്ചു കുഞ്ഞിനോട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. ഉരഹറയും അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും അത് കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. അവളുടെ സൈസ് കണ്ട് നീ അവളെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നീ ധൈര്യമായിട്ട് അവളോട് ഫൈറ്റ് ചെയ്യേ. ഉരഹറയാണെങ്കിൽ ഹീറോയുടെ ബോഡിയിലിടാൻ ചില മാസ്കും ഷീൽഡും ഒക്കെ കൊടുക്കുകയാണ്. പക്ഷെ ഹീറോ എനിക്കിതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയും. അടുത്ത നിമിഷം ആ കുഞ്ഞിപ്പെണ്ണ് അവൾ ഓടി വന്ന് ഒരൊറ്റ ഇടി. ആ ഒരു ഇടിയിൽ നമ്മുടെ ഹീറോ ഇച്ചയോയ്ക്ക് അവളുടെ പവർ എന്താണെന്ന് മനസ്സിലാവും. വേറെ വഴിയില്ല എന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഹീറോ അവനാണെങ്കിൽ ഉരഹറ കൊടുത്ത ആ ഒരു ബെൽറ്റും
മാസ്കും അതൊക്കെ തന്നെ ഇട്ട് ഫൈറ്റിനായിട്ട് ഇറങ്ങും. അതിനുശേഷം രണ്ടുപേരും വമ്പൻ ആക്ഷൻസ് ഒക്കെ ഇട്ട് പൊരിഞ്ഞ പോരാട്ടം. ഇവിടെ ഹീറോയ്ക്കാണെങ്കിൽ അവളുടെ ഫൈറ്റിന് മുൻപിൽ പിടിച്ചു നിൽക്കാനാവില്ല. ഓരോ പഞ്ച് കിട്ടി ഹീറോ തെറിച്ചു പോയി വീഴാണ്. അതിൽ കലിയിളകിയ നമ്മുടെ ഹീറോ അവനങ്ങനെ കറങ്ങി വന്ന് അവളുടെ മുഖത്താഞ്ഞ് ചവിട്ടും. ആ ഒരു ചവിട്ടില് അവളുടെ മുഖത്ത് സ്ക്രാച്ച് വീഴാണ്. അവള് പല്ല് കടിച്ച് ഹീറോയുടെ അടുത്തേക്ക് പാഞ്ഞു വന്ന് അവനെ ഇട്ടിച്ച് തെറിപ്പിക്കും. അവനങ്ങനെ ഫ്ലൈ ചെയ്തു പോയി ഒരു ചുമരിൽ ഇടിക്കുന്ന സമയം ജസ്റ്റ് മിസ്സിന് ആ കപ്പട മീശക്കാരൻ ഹീറോയെ ക്യാച്ച് ചെയ്യാണ്. അതിനുശേഷം ഇവിടെ ഉറഹറ ആളാണെങ്കിൽ ആ കുഞ്ഞിപ്പെണ്ണിന്റെ കാല് പിടിച്ചു വെച്ച് അവൻ ഓക്കെ ആണോ ചോദിക്കും. അതിനവള് പറയും അവന് കുഴപ്പമൊന്നുമില്ല, അവൻ ഇനിയും ഫൈറ്റ് ചെയ്യാം. പക്ഷെ ഉറഹറ ആളാണെങ്കിൽ ആ ഫൈറ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് ഒരൊറ്റ ചാൻസ്, ഒരു ചാൻസ് കൂടെ ദയവ് ചെയ്ത് നിങ്ങൾ എനിക്ക് തരണം. എന്റെ പവർ എന്താണെന്ന് എനിക്ക് കാണിക്കണം. നിന്നെ കൊണ്ട് ആ കുഞ്ഞിപ്പെണ്ണിനെ അവളെ തോൽപ്പിക്കാനാവില്ല. നിന്റെ സ്പിരിച്വൽ എനർജി അത് റീഗെയിൻ ചെയ്യാനാണ് ഈ ഫൈറ്റ് ഞാൻ ചെയ്യിപ്പിച്ചതെന്ന് ഉരഹര പറയും. ഡേഞ്ചർ സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴാണ് നമ്മുടെ സോൾ എനർജി അത് കൂടുക. നിനക്ക് അവളുടെ പഞ്ചിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ മരണപ്പെട്ടേനെ. ഹീറോ ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. നിങ്ങൾ എന്തായി പറയണേ? ഈ കാര്യം എന്തുകൊണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞില്ല? അത് കേട്ട് ഉറഹറയാണെങ്കിൽ ചിരിക്കും. എനിക്കറിയാം ഇത്ര വേഗമൊന്നും മരിക്കില്ല എന്ന്. എല്ലാ പഞ്ചിൽ നിന്നും നീ രക്ഷപ്പെടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഉറഹറയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഹീറോയെ അടുത്ത ലെവൽ ട്രെയിനിങ്ങിലേക്ക് കൊണ്ടുപോവാണ്. അതിനാ കപ്പട മീഴ്ചക്കാരൻ ഹീറോയുടെ കയ്യിലുള്ള ചെയിൻ അത് വെട്ടിയെറിയും. ഇതാ മറ്റൊരു ഭാഗത്ത് ആ കറുത്ത പൂച്ച അതാണെങ്കിൽ മുടിയനെയും ഒർഹിബയെയും അവർ രണ്ടുപേരെയും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരും. അതിനുശേഷം അവരോട് പറയും, ഇച്ചിഗോ അവനിപ്പോ ട്രെയിനിങ് എടുക്കുകയാണ്. ഉറഹറയാണ് അവന് ട്രെയിനിങ് കൊടുക്കുന്നത്. അവന് നഷ്ടപ്പെട്ട ആ സോൾ എനർജി അതെങ്ങനെയെങ്കിലും തിരികെ പിടിച്ച് റുക്കിയെ രക്ഷിക്കാൻ അവൻ ആ സോൾ സൊസൈറ്റിയിലേക്ക് പോകണം. വേണ്ടിയാണ് എല്ലാവരും ചേർന്ന് അവനെ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് പ്രാപ്തനാകാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്കും ഇപ്പൊ ചില ട്രെയിനിങ്ങുകൾക്ക് ആവശ്യമാണ്. സോ നിങ്ങൾക്ക് ട്രെയിനിങ് തരാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അതിനുശേഷം ആ പൂച്ചയാണെങ്കിൽ അവർ രണ്ടുപേരുമായിട്ട് ഇപ്പൊ കണ്ണാടിപ്പയ്യന്റെ അടുത്തേക്ക് വരികയാണ്. കണ്ണാടിപ്പയ്യനാണെങ്കിൽ ഒരു വെള്ളച്ചാട്ടത്തിന്റെ മുൻപിൽ നിന്ന് ട്രെയിനിങ് എടുക്കുകയാണ്. ഒർഹിബയെയും മുടിയനെയും കണ്ട് അവൻ ഷോക്കാവും. നിങ്ങൾ എങ്ങനെ ഇവിടേക്ക് എത്തി? ആ പൂച്ചയെ കണ്ട ആദ്യം നമ്മുടെ കണ്ണാടിപ്പയ്യനൊന്ന് ഞെട്ടും. അതിനുശേഷം അവരാണെങ്കിൽ ഇപ്പൊ എല്ലാ കാര്യങ്ങളും അവനോട് പറയുകയാണ്. ഇച്ചിഗോ ഇത്രയും കഷ്ടപ്പെടുന്നത് റുക്കിയെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. നിനക്കും അവനെ ഹെൽപ്പ് ചെയ്തൂടെ? അവനോടൊപ്പം സോൾ സൊസൈറ്റിയിലേക്ക് പോവാൻ നിന്നെ കൊണ്ടാവില്ലേ? നിങ്ങൾ രണ്ടുപേരും വിചാരിച്ചാൽ ഈസി ആയിട്ട് റുക്കിയെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. ഇത് കേട്ട് അവനാണെങ്കിൽ തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് അവനുമായിട്ട് യാതൊരു കടപ്പാടുമില്ല. സോ അവളെ രക്ഷിക്കേണ്ട കാര്യം അതെനിക്കില്ല. ഞാൻ വെറും ഒരു സോൾ റീപ്പറിന്റെ മുൻപിൽ തോറ്റുപോയി. അതുകൊണ്ടാണ് ഞാനിപ്പോ നന്നായിട്ട് ട്രെയിനിങ് എടുക്കുന്നത്. പിന്നെ ഒർഹിബയാണെങ്കിൽ അവനോട് ചോദിക്കും, നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പവർ അത് ഇൻക്രീസ് ചെയ്യാനുള്ള എന്തെങ്കിലും വഴി ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ? അതിന് കണ്ണാടി പയ്യൻ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാതെ അടുത്തുള്ള ഒരു ബോക്സ് ഓപ്പൺ ചെയ്യാണ്. ആ ബോക്സിൽ നിന്ന് ഒരുപാട് പ്രകാശം പുറത്തേക്ക് വരുന്ന കണ്ട അവൻ ആ ബോക്സിനെ നോക്കി പറയും, മാസ്റ്റർ ഞാൻ ട്രെയിനിങ് എടുക്കാൻ പോവാണ്. എന്റെ പവർ എനിക്ക് ഇൻക്രീസ് ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ ട്രെയിനിങ് എടുക്കും. അതേസമയം മറ്റൊരു ഭാഗത്ത് ആ മീശക്കാരൻ അവനാണെങ്കിൽ ഹീറോയുടെ ദേഹത്ത് കയറിയിരിക്കും. ഉറഹറയാണെങ്കിൽ ഹീറോയോട് പറയും, ഒരാളുടെ ചെയിൻ അത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഒരുപാട് നേരം അവർക്ക് ജീവൻ പിടിച്ചു നിർത്താനാവില്ല. എന്റെ ഈ ചെയിന്റെ കണ്ണികള് അതൊന്നൊന്നായിട്ട് ഇപ്പൊ ഇൻവിസിബിൾ ആവാൻ തുടങ്ങുകയാണ്. സോ നീ അത് മുഴുവനായിട്ട് ഇൻവിസിബിൾ ആവുമ്പോൾ നോർമലായിട്ടും ഒരു ഹോളോ ആയിട്ടായിരിക്കും മാറുക. പക്ഷെ നീ ഒരിക്കലും ഒരു ഹോളോ ആയി മാറാൻ പാടില്ല. ഒരു സോൾ റീപ്പറായി തീരണം. എങ്കിലും മാത്രമേ നിന്റെ പവർ നിനക്ക് തിരികെ കിട്ടുള്ളൂ എന്ന് ഉറഹറ പറയും. അടുത്ത നിമിഷം ഉറഹറ ആളൊരു പ്രത്യേക മന്ത്രം പ്രയോഗിക്കും. അതിലൂടെ ആ മീശക്കാരനും അവർ രണ്ടുപേരും ഇപ്പോ ഒരു കുഴിയിലൂടെ താഴേക്ക് വീഴുകയാണ്. മീശക്കാരനാണെങ്കിൽ ഹീറോയുടെ തൊട്ട് മുൻപിലുണ്ട്. പക്ഷെ ഹീറോയുടെ കൈയൊക്കെ അങ്ങനെ നല്ല ഹാർഡായിട്ട് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മുകളിൽ ഉറഹറയാണെങ്കിൽ ഹീറോയോട് പറയും, ഈ പ്രതിബന്ധങ്ങളെ എല്ലാം അതിജീവിച്ച് മുകളിലേക്ക് കയറി വരണം. എങ്കിൽ മാത്രമേ സെക്കൻഡ് ലെവൽ അത് നിനക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. ഹീറോ ആണെങ്കിൽ മുകളിലേക്ക് കയറാൻ ഒരുപാട് ശ്രമിക്കും. പക്ഷെ അവനെ കൊണ്ടാവില്ല. അതേസമയം എന്തോ ഒരു മോൺസ്റ്റർ പോലുള്ള എന്തോ ഒന്ന് അവന്റെ ചെയിൻ കടിച്ചു പറിക്കുന്നത് കണ്ട് അവൻ പേടിക്കുകയാണ്. ഉറഹറയാണെങ്കിൽ അവനോട് പറയും, 24 മണിക്കൂർ ആണ് നിനക്കുള്ള സമയം. അതിനുള്ളിൽ നിനക്ക് തിരികെ കയറി വരാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ എനിക്ക് തന്നെ നിന്നെ കൊല്ലേണ്ടി വരും. ഇത് കേട്ട് ഹീറോ അവൻ ഷോക്ക് ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.